മറ്റൊരു വലിയ വിവാദമാണ് ഈ പയ്യന്നൂരിലെ ആധാർ ആരോപണം എന്ന് പറയുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, ഗുഡ് ഈവനിങ്. ഇന്നിപ്പോ ഈ ആധാർ നിർമ്മാണം അടക്കം നടക്കുന്നു എന്നുള്ളതാണ് KC വേണുഗോപാൽ മുന്നോട്ട് വെച്ച ആരോപണം. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടുമെന്ന് CPM തിരിച്ചു വെല്ലുവിളിക്കുന്നുണ്ട്. ചർച്ചയാകുന്നുണ്ടോ ആ വിഷയം? മാധു, തീർച്ചയായിട്ടും ഡീലിൽ തുടങ്ങി വയനാട് പുനരധിവാസം, അതുപോലെ തന്നെ വികസനം തുടങ്ങിയ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വിവാദം ചെന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരോപണം ചെന്ന് നിൽക്കുന്നത് ഇപ്പോൾ പയ്യന്നൂരിൽ ഉയർന്നിരിക്കുന്ന ആധാർ വ്യാജ നിർമ്മിതിയാണ്. എന്തായാലും വലിയ രീതിയിൽ കണ്ണൂരിലും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുമൊക്കെ ഇത് സജീവ ചർച്ചയാക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവല്ല എന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണേണ്ടതാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെയാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം CPM-നെതിരെ ഉയർത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലകളിൽ പൊതുവെ എല്ലാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസും അതുപോലെ തന്നെ ഏറെയും കുറഞ്ഞും എല്ലാ സംഘടനകളും ഇതിനെ കള്ളവോട്ട് ആരോപണം ഉയർത്തുന്നതാണ്. അത് ഇത്തവണ കുറച്ചുകൂടി നേരത്തെ കോൺഗ്രസ് ഉയർത്തുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ഹാജരാക്കാൻ വേണ്ടി KC വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത്. CPM നേതാക്കളെല്ലാം ഇതിന് എതിരായി, അല്ലെങ്കിൽ ഈ പ്രസ്താവനയ്ക്കെതിരെ, ആരോപണത്തിനെതിരെ മറുപടി നൽകുന്നത് ധൈര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന തെളിവുകളൊക്കെ പുറത്തുവിടാൻ KC വേണുഗോപാൽ തയ്യാറാവട്ടെ. തെളിവില്ലാത്ത രീതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ വില കളയരുത് എന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ പ്രതികരിച്ചത്. ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്ന ആരോപണത്തിലൂടെ KC വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നതെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും സജീവമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ കണ്ണൂരിൽ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള കണ്ണൂർ കോൺഗ്രസ് അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ തെളിവുകൾ പുറത്തുവരും, ഒരു തെളിവും കയ്യിലില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത്. ഉന്നയിച്ചത് ഏതെങ്കിലും പ്രാദേശിക നേതാവല്ല, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള KC വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും തെളിവുകൾ നൽകേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ ആ തെളിവുകൾ പുറത്തേക്ക് നൽകും എന്നുള്ളതാണ്. ഡീൽ വിവാദം, അതിനുശേഷം ഉയർന്ന മറ്റ് പല വിവാദങ്ങൾ, സ്വർണ്ണക്കൊള്ള ചർച്ചയായോ, വയനാട് ഫണ്ട് വിഷയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ, വയനാട് പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരാഴ്ചയാണ് കടന്നുപോയിരിക്കുന്നത്. ഇനി 7 ദിവസമാണ് ബാക്കിയുള്ളത്. ഏത് വിഷയം കത്തിപ്പിടിക്കും? എവിടെയാണ് ജനം വോട്ട് ചെയ്യുന്നത്? വികസനത്തിനാണോ, വിവാദത്തിനാണോ?